പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മയും രക്ഷിക്കുന്നു എന്ന് അവിടെ കാണാൻ കഴിയും. ഈ വചനത്തെ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ആമീൻ സ്തോത്രം, പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ആമീൻ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി അന്നത്തെ ന്യായവിധിയിൽ അകപ്പെട്ടു പോയ ആ ന്യായവിധിയിൽ തടവിലാകപ്പെട്ട ആത്മാക്കളോട് യേശു സുവിശേഷം പ്രസംഗിച്ചുവെന്ന് അതിന്റെ മുകളിലുള്ള വാക്യങ്ങളൊക്കെ വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഞാൻ ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് യേശുവിന്റെ സ്നാനവും രക്തവും ഏത് പാപിയും രക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനായി ഇവിടെ ആമി വെളിപ്പെടുത്തി കാണിക്കുമ്പോൾ ഈ ഭൂമിയുള്ള സകല ജനത്തിന്റെയും ആത്മരക്ഷയ്ക്ക് കാരണം യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ സ്നാനം എന്ന് പറഞ്ഞ് ജഡത്തിന്റെ അഴുക്ക് കഴുകി കളയുന്നതായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പാപികളുടെ രക്ഷയ്ക്ക് യേശു ക്രിസ്തുവിന്റെ സ്നാനവും യേശുവിന്റെ രക്തവും അടിസ്ഥാനമായ കാരണമാണ്. ഹല്ലേലൂയ. സകല പാപികളെയും രക്ഷിക്കുവാനായി ഈ പാപങ്ങളെയെല്ലാം യേശു തന്റെ ക്രൂശുമരണത്തിലൂടെ തന്റെ സ്നാനത്തിലൂടെ ആമീൻ നമുക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടത്തക്ക നിലയിൽ യേശു നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ ആ മനുഷ്യന്റെ പാപത്തിന് ശുദ്ധീകരണം വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം, അല്ലെങ്കിൽ ആ സ്നാനത്തിൽ നമ്മൾ ആമി ഉൾക്കൊള്ളുക, അതിൽ പങ്കാളിയാകുക. മാത്രമല്ല അവന്റെ ക്രൂശുമരണത്തിൽ നമ്മൾ വിശ്വസിക്കുക. അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് തന്നു. ആ രക്തത്തിനുള്ള ശുദ്ധീകരണം നമുക്കുണ്ട് എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹല്ലേലൂയ. അപ്പം വീണ്ടും ജനിക്കുക എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇനി പാപം ചെയ്യുകയില്ല എന്ന് ഇവിടെ പറയുന്നതല്ല. ആ മനുഷ്യൻ വീണ്ടും പാപം ചെയ്യും. അങ്ങനെ പാപം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുമ്പോൾ നാം വീണ്ടും പാപ സ്വഭാവത്തിലേക്കും പാപജഡത്തിലേക്കും വീണുപോയി വീണ്ടും മുമ്പത്തേക്കാൾ അധിക നാശത്തിലേക്ക് പോകാതെ പാപമെന്ന് പറയുന്ന അവസ്ഥയ്ക്ക് നമ്മൾ വഴിയൊരുക്കി കൊടുക്കാതെ അതിൽ നിന്ന് മോചനം പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സാക്ഷി നമ്മുടെ ഉള്ളിൽ കുത്തുമ്പോൾ എവിടെയോ തെറ്റു പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നാം ദൈവത്തെങ്കിലേക്ക് ഓടി വരിക. ദൈവത്തെങ്കിലേക്ക് ഓടി വന്ന് നമ്മുടെ കുറവുകളെ നാം ദൈവത്തിൽ ഏറ്റു പറയുമ്പോൾ നമ്മുടെ കരുണയുള്ള ദൈവം എന്ത് ചെയ്യും? നമ്മുടെ പാപങ്ങൾ കേട്ടിട്ട്, നമ്മുടെ കുറവുകൾ കേട്ടിട്ട് നമ്മളോട് ക്ഷമിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ വന്നുപോയി അനേക തെറ്റുകുറ്റങ്ങൾക്ക് ഈ ലോകം മാപ്പ് തരാതിരുന്നപ്പോൾ, ഈ ലോകം നിന്നോട് ക്ഷമിക്കാതിരുന്നപ്പോൾ, ലോകം നിന്നെ കല്ലെറിയാൻ നോക്കിയിരുന്നപ്പോൾ, പലരും നിന്നെ കുറ്റപ്പെടുത്തി നിന്നെ മാറ്റി നിർത്തുമ്പോൾ നിന്റെ രക്ഷയ്ക്കും നിന്റെ വീണ്ടെടുപ്പിനും ഏക കാരണം കർത്താവായ യേശുവിന്റെ സ്നാനവും രക്തവുമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ യേശുവിന്റെ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവം നൽകും. വിശ്വസിക്കില്ല എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചായിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരയ്ക്ക് പിതാവ്, ഈ പത്രം കേൾക്കുന്ന എല്ലാവരുടെ വീരുമുള്ള പാപശാപ രോഗ ബന്ധനം കഴിഞ്ഞ് കർത്താവ് ക്രിസ്തുവിൽ സ്വതന്ത്രമായി ക്രിസ്തുവോട് ചേർന്ന് ആ നിത്യതയുടെ അവകാശത്തെ തീരുവാൻ ഈ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപശരീരത്തിൽ ജീവിക്കാതെ ഒരു പൂർണ്ണമായി നിത്യതയുടെ അനുഭവം കൊടുക്കണമേ. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.